ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു അരിമുറുക്ക്, ഒരു ബട്ടർ മുറുക്കിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഗോതമ്പ് മുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം മുറുക്കുണ്ടാക്കാൻ ആവശ്യമായ ഗോതമ്പ് പൊടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായി നല്ലൊരു വെള്ള തുണി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ മുറുക്കുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആശീർവാദ് ആട്ടയാണ്. പൊടി ഇട്ടതിന് ശേഷം തുണി ഒരു കിഴി പോലെ ചുരുട്ടിയെടുക്കണം. കുറച്ച് ടൈറ്റായിട്ട് ചുരുട്ടി വെച്ചാൽ മതി. ഈ കാണുന്ന പോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ഇങ്ങനെ നമ്മൾ ആവി കയറ്റി എടുക്കുമ്പോഴത്തേക്കും ഗോതമ്പ് പൊടിക്ക് പശപ്പ് മാറി കിട്ടും. ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തൊരു ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ആവി വരുമ്പോൾ ചിലപ്പോൾ പൊടിക്ക് നനവ് വരും. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി വെച്ച് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഇല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി എടുത്താലും മതി. ഇനി സ്റ്റീമർ മൂടി പൊടിയൊന്ന് ആവി കയറ്റി എടുക്കണം. ഇപ്പോൾ സ്റ്റീമർ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം. സ്റ്റീമർ സ്റ്റൗവിൽ വെച്ചിട്ട് ഇപ്പോൾ 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റീമർ തുറന്ന് നമുക്ക് പൊടി പുറത്തേക്ക് എടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിൽ വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് വെക്കാം. ഇത് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഗോതമ്പൊടി ഇപ്പോൾ ഈ കാണുന്ന പോലെ നല്ല കട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ പൊടി കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. കൈകൊണ്ട് ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം മിക്സി മൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ പൊടി ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. പൊടി ഇപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറുത്ത എള്ള് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മുറുക്കിന്. ഇനി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കണം. വെള്ളമൊക്കെ ഇട്ട് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് ചേർക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഉപ്പ് കുഴക്കുന്നതിന് മുമ്പ് തന്നെ പാകത്തിനെല്ലാം ആക്കി കൊടുക്കണം. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നിൽ നിൽക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ മുറുക്കുണ്ടാക്കി വരുമ്പോഴത്തേക്കും പാകത്തിന് ഉപ്പുണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചേർത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴക്കണവരൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശായിട്ട് തളിച്ച് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറേശ്ശായിട്ട് തളിച്ച് പല പ്രാവശ്യമായിട്ട് ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. മാവ് കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കട്ടിയായി പോകാനും പാടില്ല, കൂടുതൽ ലൂസായി പോകാനും പാടില്ല. അതിനിടയിലുള്ളൊരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കൈ താഴ്ന്നു പോകുന്നൊരു പരുവമായിരിക്കണം. ഇപ്പോൾ പൊടി നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം. മുറുക്കുണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് സേവനാഴിയുടെ ഇതുപോലുള്ള ചില്ലാണ്. 1 സ്റ്റാറുള്ള ചില്ലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇത് നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സേവനാഴിയുടെ അകത്തും അച്ഛൻ്റെ പുറത്തൊക്കെ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് സേവനാഴിയുടെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി സേവനാഴി മൂടിക്കൊടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ളൊരു സ്പൂണിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് സേവനാഴിയിൽ നിന്ന് മാവ് റൗണ്ടിൽ ചുറ്റിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ പതുക്കെ
ഇട്ട് കൊടുക്കുക. ഇത് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പൊടി നല്ല പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുറുക്കുണ്ടാക്കി അവസാനിക്കുന്ന ഭാഗവും തുടങ്ങുന്ന ഭാഗവും ഒന്ന് കൈ കൊണ്ട് പതുക്കെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മുറുക്കുണ്ടാക്കുന്ന സമയത്ത് മുറുക്ക് ചിലപ്പോൾ വിടർന്നു പോരും. നമ്മൾ നേരത്തെ പൊടി സ്റ്റീം ചെയ്യാൻ ഉപയോഗിച്ച തുണിയാണിത്. ഇതൊന്ന് വെള്ളത്തിൽ നനച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന മുറുക്ക് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ മുറുക്കുണ്ടാക്കി എടുക്കാം. ഒരു മുറുക്കും കൂടി ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇങ്ങനെ സ്പൂണിൻ്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഉണ്ടാക്കി കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ രണ്ടറ്റം ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ പെട്ടെന്ന് വിടർന്നു പോകും. ഇപ്പോൾ നമ്മുടെ മുറുക്കെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കാൻ തുടങ്ങാം. മുറുക്കുണ്ടാക്കാനായിട്ട് പാനിൽ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല എണ്ണ നല്ല പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി കളയാം. ഇനി ചൂടായ എണ്ണയിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുറുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 മുറുക്ക് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ കുത്തി നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചൊക്കെ ഇടാൻ ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു സൈഡ് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ തിരിച്ചിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മുറുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകും. മുറുക്കിട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ മുറുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു പാകത്തിന് വെന്ത് കിട്ടുകയുമില്ല. ഇപ്പോൾ മുറുക്കിൻ്റെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയമെടുത്ത് വേണം കുക്ക് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ മുറുക്കിൻ്റെ ഉള്ളൊക്കെ നല്ല പാകത്തിന് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കണം. ഇപ്പോൾ മുറുക്ക് നല്ല മൂത്ത് നല്ല ചെറിയ ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ മുറുക്കുണ്ടാക്കി എടുക്കാം. റെഡിയായ മുറുക്ക് ഞാനിവിടെ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഒടിച്ച് നോക്കാം. നല്ല ക്രിസ്പിയാണിത്. നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണിത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുറുക്കുണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഞാൻ ഇതിനു മുമ്പ് 2 മുറുക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അരിമുറുക്ക്, ബട്ടർ മുറുക്ക്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. ഒത്തിരി പേര് ചെയ്ത് നോക്കി നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്